കൊള്ളാമല്ലോ. അത്ഭുതമെന്ന് പറഞ്ഞാലും മതിയാവില്ല. ഞാനാണ് ജാലവിദ്യക്കാരൻ ഗംഗ. എന്നോടാരും ഏറ്റുമുട്ടാൻ വരരുത്. ജാലവിദ്യ വശമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ഈ ചലഞ്ച് സ്വീകരിക്കൂ. എന്റെ സൂത്രം നിങ്ങൾ കണ്ടുപിടിക്കൂ. എന്നാൽ എല്ലാവരുടെ കാശ് ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും. എന്റെ അനന്തരവാ, ഈ മാജിക്കാരന് എന്തൊരു അഹങ്കാരമാണല്ലേ. ഈ അഹങ്കാരമൊന്നും തകർക്കണം അനന്തരവാ. ജനങ്ങളൊക്കെ ഇത്രയും കാശും മുടക്കി ഇവിടെ വന്നിരിക്കുന്ന എന്റർടൈൻമെന്റിന് വേണ്ടിയല്ലേ നമ്മൾ എന്തിനാ അത് നശിപ്പിക്കുന്നത്? ഈ ഫണ്ടോസ് നഗറിലുള്ളവരെല്ലാം ഇത്രയ്ക്ക് മണ്ടന്മാരായിരുന്നു. എല്ലാവരും ഇങ്ങനെ മടിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ ബുദ്ധിയുള്ളവരാരും ഇല്ലെന്നാണോ? അതെ, മാജിക് കാണിക്കുന്ന ഗംഗ, നീ ഇതുവരെ ഈ അമ്മാവന്റെ ബുദ്ധി സാമർത്ഥ്യം കണ്ടിട്ടില്ലല്ലോ. എന്താണ് തന്റെ ചലഞ്ചെന്ന് പറയൂ. നീ പറഞ്ഞല്ലോ ഇത് നിന്റെ മാന്ത്രിക വടിയാണെന്ന്. ഇതാ നിന്റെ വടി ഞാനൊന്ന് കറക്കി കാണിക്കാം. ഞാനാണ് മഹാമജീഷ്യൻ ഗംഗ. എന്നോട് ഏറ്റുമുട്ടാൻ നിങ്ങൾക്കാവില്ല. ഞാൻ പറഞ്ഞത് ചങ്ക, നാശത്തിന്റെ പേരൊന്നും ആവട്ടെ. നിന്റെ ഈ പറക്കും വടി ഒന്ന് കൺട്രോൾ ചെയ്യ്, അല്ലെങ്കിൽ എന്റെ അവസ്ഥ പരിതാപകരമായി മാറും. അത് ശരി. ആബ്രാകാഡാബ്രാ. ഗിലഗിലിച്ചോ, ഗിലഗിലിച്ചോ. എന്റെ പ്രിയപ്പെട്ട വടി, ഈ ഞാൻ ആരാണെന്ന് ഇയാൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അമ്മാവോ, ഇത് തന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞാനുമുണ്ട് ചലഞ്ചിന്. അഥവാ നീ ഇയാളുടെ സൂത്രങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഈ മാസം ഒരു ബോണസ് തന്നോളാം. എടോ അമ്മാവാ, ഇതെങ്ങനെയാ ചെയ്തെന്ന് പറയേ, അല്ലെങ്കിൽ താൻ വീണ്ടും പാറി പറക്കാൻ തുടങ്ങും. മാജിക്കുകാരൻ ഗംഗ, ഇത് വളരെ എളുപ്പമുള്ളതല്ലേ. ഇത് എനിക്കെന്നല്ല എന്റെ അനന്തരവന് പോലും പറയാൻ സാധിക്കുമല്ലോ. ശരിയല്ലേ അനന്തരവോ? അതെ അമ്മാവ, നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി പിന്മാറാനൊന്നും പോകുന്നില്ല. അങ്കിൾ, നിങ്ങൾക്ക് ഇത് വെച്ച് വേറൊരു മാജിക് കാണിക്കാൻ പറ്റുമോ? ദൂരെയുള്ള ഈ ഗൺ നിങ്ങൾക്ക് പറപ്പിക്കുവാൻ സാധിക്കുമോ? അതുമായി എന്ത് ബന്ധമാണതിനുള്ളത്? ബന്ധമുണ്ടല്ലോ അങ്കിൾ. കൂട്ടുകാരെ, ഈ അങ്കിൾ തന്റെ വശത്ത് നിന്നൊരു പ്ലാസ്റ്റിക് വിരൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ വിരൽ ക്യാനിൽ ഒട്ടിച്ച് സ്വന്തം വിരൽ ഇതിലേക്ക് കയറ്റുന്നു. അങ്ങനെയാ നമ്മളെയും കബളിപ്പിക്കുന്നത്. ആ പറക്കണ്ടാബ്ര, പക്ഷെ ഞാനൊരു സ്മാർട്ട് ചെറുക്കനാണ്. ഇത് കൊള്ളാമല്ലോ അനന്തരവാ. നിന്റെ സൂക്ഷ്മ നിരീക്ഷണവും സൂപ്പർ ബുദ്ധിയും ഉഗ്രനാണ്. ഇനി ഈ ജാലവിദ്യക്കാരൻ ഗംഗയുടെ സൂത്രമൊന്നും ഇവിടെ ഫലിക്കാൻ പോകുന്നില്ല. എടോ, താൻ ഒരു ജാലവിദ്യക്കാരനോ അതോ കളിപ്പാട്ടം വെക്കുന്ന ആളോ? ഇത്തരം കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാശിപ്പം തന്നെ പറ്റൂ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കണ്ട. ആബ്രാകാഡാബ്രാ. ഗിലഗിലിച്ചോ, ഗിലഗിലിച്ചോ. ഇനി നീ മാന്ത്രികന്റെ അടിമയായിരിക്കും. ഞാനാണ് ജാലവിദ്യക്കാരൻ ഗംഗ. എന്നോടാരും ഏറ്റുമുട്ടാൻ വരരുത്. പോകൂ. ഈ ഫണ്ടോസ് നഗറിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കോ. ജനങ്ങളെല്ലാം ശരിക്ക് ഉപദ്രവിക്കോ. അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കോ. അവരുടെ ഉറക്കം കെടുത്തോ. എന്റെ പേര് ജാലവിദ്യക്കാരൻ ഗംഗ. എന്നോടാരും ഏറ്റുമുട്ടരുത്. ഞാൻ ഇപ്പൊ തന്നെ ഈ ഫണ്ടൂസ് നഗറിൽ ഒരു സുനാമി ഉണ്ടാക്കും. അമ്മാവ, നിങ്ങളിത് എവിടെയാണ്? അമ്മാവ, എങ്ങോട്ടാ പോകുന്നേ? അമ്മാവ, നിൽക്ക്. വാഴപ്പഴം വാങ്ങോ. നല്ല വാഴപ്പഴം, നല്ല മധുരമുള്ള വാഴപ്പഴം. അയ്യോ, എന്താ ഇവിടെ ഉണ്ടായേ? ജാലവിദ്യക്കാരൻ ഗംഗയുടെ ജാലവിദ്യ പഠിച്ചിരിക്കുകയാണ്. അയ്യോ, ഇതെന്ത് പണിയാ കാണിച്ചത്? അല്ല, ഇതെന്ത് പണിയാ കാണിച്ചത്? ഇതെല്ലാം ജാലവിദ്യക്കാരൻ ഗംഗയുടെ സൂത്രങ്ങളാണ്. എടാ ബഹദൂർ, ഇടയ്ക്കെങ്കിലും അല്പം ജാഗ്രത
ജാഗ്രത പാലിക്ക്. ആരാടാ ഇത് ചെയ്തത്? ആരാ എന്റെ മേക്കപ്പ് നശിപ്പിച്ചത്? ഇവിടെ എന്താണ് നടക്കുന്നത്? ഗംഗ ശരിക്കും സൂത്രക്കാരനാണ്. അങ്ങേരോട് ആരും ഏറ്റുമുട്ടാൻ പോകരുത്. ജാലവിദ്യക്കാരൻ ഗംഗയുടെ സൂത്രങ്ങളാണിതെല്ലാം. എന്റെ അനന്തരവനെ, ചാച്ച എല്ലാവരെയും ഉപദ്രവിക്കുന്നുവെന്ന് ആരോ ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദേ ഇപ്പൊ എന്റെ കണ്ണുകളെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പോലീസ് മാഡം ഇത് ചെയ്യുന്നത് അമ്മാവനല്ല, ജാലവിദ്യക്കാരൻ ഗംഗയുടെ മാജിക്കാണ്. അമ്മാവനെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുക. വേഗം ചാച്ചിയെ പിടിക്കൂ മാഡം, എന്നിട്ട് ജയിലിനകത്ത് പൂട്ടിയിടണം. പോലീസ് മാഡം, നിങ്ങൾ അമ്മാവനെ കൺട്രോൾ ചെയ്യൂ. ഞാൻ ചെന്ന് അമ്മാവനെ കൺട്രോൾ ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്തോളാം. എന്റെ അനന്തരവനെ, ഇത് എങ്ങോട്ടാ പോകുന്നത്? ഭോജനങ്ങളുടെ അടുത്ത്. കണ്ടില്ലേ മാഡം, അമ്മാവനതാ രക്ഷപ്പെട്ടു പോകുന്നു. നമ്മളിനി എടോ ബഹദൂറെ, നമുക്കും ഖോജിയുടെ അടുത്തേക്ക് പോവാം. പക്ഷേ അനന്തരവാ, ഈ വണ്ടി ആവശ്യപ്പെടാൻ മാത്രം എന്ത് അത്യാവശ്യമാണ് നിനക്ക് മുമ്പിലുണ്ടായത്? ഭോജിയങ്ങൾ ലോങ് സ്റ്റോറി ഷോർട്ടാക്കി പറഞ്ഞു തരാം. ഒരാൾ ശക്തി ഉണ്ടെന്ന് കരുതി അഹങ്കരിക്കുന്നുണ്ട്. അയാളുടെ അഹങ്കാരം മാറ്റാനാ. പക്ഷേ ഈ റോബോട്ട് കൊണ്ട് എന്ത് ചെയ്യാനാ? ഭോജിയങ്ങൾ മനുഷ്യന്മാരെ മാത്രമേ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ, മെഷീനെ ചെയ്യാൻ പറ്റില്ല. പിന്നൊരു കാര്യം, ഈ വണ്ടിയെ നമുക്കൊന്ന് അമ്മാവനാക്കാം. നോ പ്രോബ്ലം അനന്തരവാ, ഇപ്പൊ ശരിയാക്കി തരാലോ. എടുത്തോ, ഇതിപ്പോ വണ്ടിയല്ല, നമ്മുടെ ബൽബന്താണ്. പക്ഷെ അനന്തരവാ, ഇവനിപ്പോൾ എന്ത് ചെയ്യണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും നീയാണ് തീരുമാനിക്കേണ്ടത്. എടാ ജാലവിദ്യക്കാരൻ ഗംഗ, ഇനി നിന്റെ കാര്യം കട്ടപ്പോക. കാരണം നിന്നോട് എനിക്ക് പക. ജാലവിദ്യക്കാരൻ ഗംഗ, ഇനി നിന്റെ കാര്യം കട്ടപ്പുക. കാരണം നിന്നോട് എനിക്കുണ്ട് പക. എന്റെ കോച്ചി സാറേ, ഇത് കടുവയെ പിടിച്ച കിടുവയാണല്ലോ. ഓക്കെ, ഇനി വാ അനന്തരവാ. ഈ ഗംഗ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരൂ. വരണം വരണം എന്റെ പ്രിയപ്പെട്ട സേവക, നിങ്ങൾക്ക് സ്വാഗതം. നീ ചെയ്തതെല്ലാം ഉഗ്രനായിട്ടുണ്ട്. ഈ നഗരത്തിലെങ്ങും ഈ ഗംഗയെ നീ പോപ്പുലർ ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ജാലവിദ്യക്കാരൻ ഗംഗ വലിയൊരു ഹീറോ. വില്ലന്മാർ അദ്ദേഹത്തിന് മുമ്പിൽ സീറോ. ഉഗ്രനായിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സേവക. ഇനി നമ്മളെ നാട്ടുകാരെ കൂടുതൽ കഷ്ടപ്പെടുത്തും. അതെങ്ങനെയാണെന്നറിയാമോ? ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരെ തടയുക എന്നതാണ് ഭതീജയുടെ ലക്ഷ്യം. എങ്ങനെയെന്ന് കാണിച്ചു തരാമടാ. ഈ ഗംഗയുടെ കാര്യം ഇനി കട്ടപ്പുക. കാരണം നിന്നോട് എനിക്കുണ്ട് പക. ഇയാൾക്കെന്തായി സംഭവിച്ചത്? എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. വീണ്ടും ഇയാളെ ഹിപ്നോട്ടൈസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഹിപ്നോട്ടിസത്തിന്റെ പ്രഭാവം പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതാണ്. എന്റെ അനന്തരവാ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പോലീസ് മാഡം പണ്ടേ അമ്മാവനാണെന്ന് കരുതി അയാൾ ഹിപ്നോട്ടിസത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. എന്നാലേ അയാൾക്ക് കൃത്യമായി ഹിപ്നോട്ടിസ് ചെയ്യാൻ പറ്റൂ. എന്റെ അനന്തരവാ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ അമ്മാവന്റെ തലയിൽ നിന്ന് ഹിപ്നോട്ടിസത്തിന്റെ ഭൂതം എങ്ങനെയാ പുറത്തു പോകുന്നത്? പോലീസ് മാഡം, ആ ജാലവിദ്യക്കാരെ ഹിപ്നോട്ടിസ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യുന്നുവോ ഞാനത് വണ്ടിയുടെ അകത്ത് റെക്കോർഡ് ചെയ്തെടുക്കും. എന്നിട്ട് അതെല്ലാം അമ്മാന്റെ കൺമുന്നിൽ ഞാൻ ആവർത്തിച്ചു കാണിക്കും. ഇപ്പൊ മനസ്സിലായി മാഡം? അത് കൊള്ളാം അനന്തരവാ. നിന്റെ ബുദ്ധിക്ക് 100 കുതിരയേക്കാൾ വേഗതയുണ്ടല്ലോ. സൂപ്പർ. ഇനി നീ ഈ മാന്ത്രിക കോളത്തിന്റെ പിടിയിൽ നിന്നും പുറത്തു വരൂ. പോലീസ് മാഡം, റെക്കോർഡിംഗ് ഞാനിതിൽ ചെയ്തു കഴിഞ്ഞു. എന്നെ വിശ്വസിക്കൂ, ഗംഗയുടെ കഥ കഴിഞ്ഞു. ഇനിയാണ് നിന്നെ ശരിക്കും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്നത്. അയ്യോ, ജാലവിദ്യക്കാരൻ ഗംഗ ശരിക്കും ഒരു ഹീറോ. അങ്ങേരോട് മുട്ടൻ വരുന്നവർ സീറോ. ഒരു മിനിറ്റ്. നീയും അമ്മാവൻ, ഇയാളും അമ്മാവൻ. ഇതിൽ യഥാർത്ഥ അമ്മാവൻ ആരാണ്? ഇതെന്റെ ഇരട്ട സഹോദരനാണെന്നാ തോന്നുന്നത്. ചിലപ്പോ ഉത്സവ പറമ്പിൽ വെച്ചായിരിക്കും ഞങ്ങൾ പിരിഞ്ഞത്. ഇതിലെന്തോ പ്രശ്നമുണ്ട്. യഥാർത്ഥ അമ്മാവ വ്യാജൻ അമ്മാവന്റെ കരണത്തടിക്ക. ബാറ്ററിയോ? അത് ശരി. അപ്പൊ ഇത് റോബോട്ടായിരുന്നല്ലേ? എന്റെ പേര് ഗംഗ എന്നാണ്. എന്നോട് ഏറ്റുമുട്ടാൻ വരരുത്. അയ്യോ, എന്റെ പെൻഡുലം നിൽക്കവിടെ. അതെനിക്ക് വളരെ അത്യാവശ്യമുള്ളതാ. എന്റെ അനന്തരവാ, അപ്പൊ ഇതിന് പിന്നിൽ നീയായിരുന്നല്ലേ? കമോണമാവാ, ആ റോബോട്ടിനെ പിടിക്കേ. സാധിക്കുമെങ്കിൽ പിടിച്ചു കാണിക്കൂ.
റോബോട്ടെ നിന്നോട് നിൽക്കാൻ ഞാൻ പറഞ്ഞത്. എടോ എന്തായി ചെയ്യുന്നേ? എന്താ ഇത്? ഇനി നീ മാന്ത്രിക കോളത്തിന്റെ പിടിയിൽ നിന്നും പുറത്തേക്ക് വരൂ. എന്റെ അനന്തരവാ, ഞാൻ ഇതെവിടെയാ വന്നിപ്പെട്ടിരിക്കുന്നത്? ഈ പെൻഡുലാമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? പക്ഷെ ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നേ? ജാലവിദ്യക്കാരൻ ഗംഗേ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരല്ലേ? ഇതിന്റെ പേരാണ് കടുവയെ പിടിച്ച കിടുക. ശരിയല്ലേ അമ്മാവ? അതെ ശരിയാണ് അനന്തരവാ.